നമുക്ക് കോടികൾ സമ്മാനം ലഭിച്ചെന്ന് പറഞ്ഞ് ഫോണിലേക്ക് SMS വഴിയോ വാട്സാപ്പിലൂടെയോ ചില മെസ്സേജുകൾ വരുന്നത് ശ്രദ്ധിക്കാറില്ലേ? ഇത് സൈബർ തട്ടിപ്പിൻ്റെ മറ്റൊരു രീതിയാണ്. സാധാരണക്കാരായ ജനങ്ങൾ ഇത്തരം മെസ്സേജുകൾ കാണുമ്പോൾ വിശ്വസിക്കാറുണ്ട്. ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട ഒരു വീട്ടമ്മയുടെ കഥ അറിയണം. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനി പ്രേമയ്ക്ക് 15 കോടി രൂപയുടെ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് സന്ദേശമെത്തിയത്. ഇത് കണ്ട് വിശ്വസിച്ച പ്രേമയോട് സമ്മാനത്തുക ലഭിക്കാൻ സർവീസ് ചാർജായി 11 ലക്ഷം രൂപ വേണമെന്നായി ആവശ്യം. ഇതോടെ വീട്ടമ്മ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് പണം നൽകി. താൻ കബളിപ്പിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ അവർ മാനസികമായി തളർന്നുപോയി കാണും. അതിനുശേഷം, അതായത് ഈ മാസം 13 മുതൽ പ്രേമയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അർദ്ധരാത്രി വീട് വിട്ടിറങ്ങിയ വീട്ടമ്മയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാണ്. കടമ്പഴിപ്പുറം സ്വദേശിനി പ്രേമയെ സെപ്റ്റംബർ 13 മുതലാണ് കാണാതായത്. 13-ന് അർദ്ധരാത്രിയോടെ വീട് വിട്ടിറങ്ങിയ പ്രേമ നടന്നുപോകുന്നത് പരിസരത്തെ CCTV ദൃശ്യങ്ങളിലുണ്ട്. പതിനാലിന് പുലർച്ചെ കടമ്പഴിപ്പുറത്ത് നിന്ന് ഗുരുവായൂർക്കുള്ള ബസിൽ ഇവർ കയറിയതായി സ്ഥലത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെ കണ്ടിരുന്നു. സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട തട്ടിപ്പുകാരാണ് സമ്മാനം ലഭിച്ചതായി വിശ്വസിപ്പിച്ച് പ്രേമയിൽ നിന്ന് 11 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഇത് സംബന്ധിച്ച് ശ്രീകൃഷ്ണപുരം പോലീസും സൈബർ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 15 കോടി രൂപയുടെ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നും സർവീസ് ചാർജായി 11 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകിയാലേ സമ്മാനത്തുക ലഭിക്കൂ എന്നും പറഞ്ഞ് സംഘം ഇവരെ വിശ്വസിപ്പിക്കുകയായിരുന്നു. വാഗ്ദാനം വിശ്വസിച്ച പ്രേമ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച് തട്ടിപ്പുകാർ നൽകിയ 3 അക്കൗണ്ടുകളിലേക്ക് അയൽവാസിയുടെ സഹായത്തോടെ പണം നിക്ഷേപിച്ചു. സെപ്റ്റംബർ 2-നാണ് 11 ലക്ഷം നൽകിയത്. ഇതിനുശേഷം 10-ന് വിളിച്ച് 5 ലക്ഷം രൂപ കൂടി നൽകിയാലേ സമ്മാനത്തുക ലഭിക്കൂ എന്ന് അറിയിച്ചതോടെ സംശയം തോന്നുകയും തട്ടിപ്പാണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു. കൈവശമുള്ള രേഖകളുടെ പ്രാഥമിക പരിശോധനയിൽ കൊൽക്കത്തയിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്കുൾപ്പെടെയാണ് പണം അയച്ചിട്ടുള്ളത് എന്ന് വ്യക്തമായി. പണം തട്ടിയെടുത്തതിന് പിന്നിൽ വൻ മാഫിയയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പണം നഷ്ടമായതിലുള്ള മനോവിഷമമാണ് പ്രേമ വീട് വിട്ടുപോയതിന് കാരണമെന്നാണ് സൂചന. ഗുരുവായൂർ അടക്കം വിവിധ സ്ഥലങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 പാലക്കാട്.